ഓഫീസ് കഴിഞ്ഞിട്ടോ, അതുകൊണ്ട് നമ്മൾ ലോട്ടസ് ടെമ്പിൾ വരെ കാണാൻ വന്നേക്കാണ്. ആ നേരത്തെ അറ്റത്ത് കാണാനാണ് ലോട്ടസ് ടെമ്പിൾ. ക്ലൈമറ്റൊക്കെ നല്ല രീതിയിലുള്ളതുകൊണ്ട് നല്ലൊരു പ്രസന്റ് ക്ലൈമറ്റ് ആണ്. പിന്നെ അതുകൊണ്ട് ഇതിന്റെ തിരക്ക് കുറവാന്ന് വിചാരിക്കണ്ടേ, അതുകൊണ്ട് പ്ലാസ്റ്റിക് കൂട്ടി കൊണ്ട് പോകണ്ട. കുറെ മണ്ടന്മാർ രാത്രി ചൂടാകാൻ വേണ്ടി പ്ലാസ്റ്റിക് കൂടെ കത്തിക്കണം. ഈ വരില്ലാത്തവരോട് നമ്മളെന്ത് പറയാനാ? എൻ്റെ പൊന്നിടാവേ, ഇവിടെ എന്തൊരു തിരക്കാടാവും, നിന്ന് തിരിയാൻ സ്ഥലമില്ലല്ലോ. ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്ഷേത്രമല്ല, അതൊരു ബഹായ് കമ്മ്യൂണിറ്റിയുടെ ഒരു ആരാധനയാണ് കേട്ടോ. മനുഷ്യത്വമാണ് അവരുടെ മതമായിട്ട് അവർ സ്വീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്മ്യൂണിറ്റിക്കുള്ളവർക്കും അവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം തരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വിഗ്രഹങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പുറത്തുള്ള എല്ലാവർക്കും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാനുള്ള ഒരു പ്ലേസാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ലോട്ടസ് ടെമ്പിൾ പോലത്തെ തന്നെ ലോകമെമ്പാടും ഒരു 8ഓളം ആരാധനാലയങ്ങളുണ്ട് കേട്ടോ ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കണത് കേട്ടോ. വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ സന്തോഷം നമുക്ക് റിഫ്ലക്റ്റ് ആവും. എന്ത് രസമാണെന്ന് അറിയാമോ, നമുക്ക് മനസ്സും ശരീരമൊക്കെ അങ്ങ് സന്തോഷമാവും. നല്ല തിരക്കാണെങ്കിലും നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. സൂര്യൻ്റെ ഇടയിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്, എന്ത് രസമാണ് കണ്ടോ. നിങ്ങൾക്ക് തന്നെയാണ് ഈ ധാരാളം കുഞ്ഞു കുഞ്ഞു പക്ഷികളും ഉണ്ട് ഇവിടെ. അതൊന്നും നമ്മൾ അവിടെ നിന്ന് കാണാത്ത രീതിയിലുള്ള പക്ഷികളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും ഇന്റർനാഷണൽ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന പക്ഷികളായിരിക്കണം. എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ കണ്ണിനൊക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു വിഷ്വൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റണത്. മഴയൊക്കെ മാറി ചെറുതായിട്ട് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 5 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ടൈം ഷെഡ്യൂൾ. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ പുറത്തിരുന്ന് ലോട്ടസ് ടെമ്പിളും കണ്ടുകൊണ്ട് പോകേണ്ടി വരും. അവിടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്, എന്നാലും ഉള്ളിൽ കയറാൻ പറ്റത്തില്ല കേട്ടോ. ചില്ലുകൂടിൻ്റെ അകത്താണ് ആരാധനാലയം കേട്ടോ. താമര പോലെ തന്നെ ചുറ്റുപാടും വെള്ളം നിറഞ്ഞതാണ് കേട്ടോ ഈ ലോട്ടസ് ടെമ്പിളും. ഇതാണ് നമ്മൾ കാണുന്ന ഇറ്റാലിയൻ മാർബിള്. നമ്മുടെ ഈ പൊല്യൂഷൻ കാരണം ഈ സൾഫ്യൂരിക് ആസിഡ് മഴ പെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ചെറുതായിട്ട് മങ്ങൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഇപ്പോഴും കാണാൻ രസമാണ്. ഇതിൻ്റെ അകത്ത് ആരാധനാലയമാണ്, അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നിശബ്ദമായി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ് ഈ കമ്മ്യൂണിറ്റി നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അത് 100% നമ്മൾ ബഹുമാനിക്കണം കേട്ടോ. ഡൽഹിയിലെ സ്ട്രെസ്സിന് ഇടയിൽ വന്നിരിക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ നല്ലൊരു അവസരമാണ് ഈ ലോട്ടസ് ടെമ്പിൾ. ഇന്ത്യയിലെ ഒരു കൾച്ചറൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഈ ലോട്ടസിൻ്റെ ഷേപ്പിൽ ഈ ടെമ്പിൾ ഉണ്ടാക്കിയത്. ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ 8ഓളം രാജ്യങ്ങളിൽ ഇതുപോലത്തെ ആരാധനാലയങ്ങളുണ്ട് ഈ കമ്മ്യൂണിറ്റി. 50ഓളം വരുന്ന വോളണ്ടിയേഴ്സ് വളരെ നന്നായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അവർ പറയണത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം കേട്ടോ. 5 മണിയാകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടായി തുടങ്ങണം കേട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങണം. ഇപ്പോൾ നല്ലൊരു രസം ഉള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ. ഇന്നിൻ്റെ ഭാഗ്യം കൊണ്ട് മഴയുണ്ടാവാത്തതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. മഴ പെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ രീതിയിൽ കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ വന്നത് വെറുതെ ആയില്ല. നല്ല കണ്ണിനും മനസ്സിനും കുളിർമ ചെയ്യുന്ന കുറേ ദൃശ്യങ്ങളും നമുക്ക് കിട്ടി. ഇന്നത്തെ യാത്ര കഴിഞ്ഞ് 30 രൂപയ്ക്ക് ബിരിയാണിയും കഴിച്ച് അടുത്ത മെട്രോ പിടിച്ച് നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീട്ടിലോട്ട് വരാം. ബൈ ബൈ.